MSC Elsa 3 കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? അതായത് MSC Elsa കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ആ ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നത് 9531 കോടി രൂപ കപ്പൽ കമ്പനി കെട്ടിവെക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിഴിഞ്ഞത്തെത്തിയ MSC Elsa കമ്പനിയുടെ കപ്പലായ അക്വിറ്റേറ്റർ 2 നഷ്ടപരിഹാര കേസിൽ തീർപ്പാകുന്നതുവരെ തടഞ്ഞു വെക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് ആ കേസാണ് ഇന്ന് വീണ്ടും പരിഗണിച്ച് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോയത്. കോടതി പറയുന്നത് 9531 കോടി എന്നുള്ളത് 1200 കോടി രൂപയായി കോടതി കുറച്ചിട്ടുണ്ട്. ആ 1200 കോടി രൂപ കെട്ടിവെക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കപ്പൽ കമ്പനി പറഞ്ഞിരുന്നത് സർക്കാർ ആവശ്യപ്പെട്ട അത്രയും തുക കെട്ടിവെക്കാനാവില്ല എന്നതായിരുന്നു MSC Elsa കമ്പനിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ തുക കുറവ് ചെയ്യുന്നതിലും കപ്പൽ വിട്ടു നൽകുന്നതിലും തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി പോയത്. 1200 കോടി രൂപ കെട്ടിവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഇടക്കാല ഉത്തരവായി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഇടക്കാല ഉത്തരവ് പാലിക്കാൻ കമ്പനി ബാധ്യസ്ഥവുമാണ്. സർക്കാർ പറഞ്ഞത് ഈ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യജല സമ്പത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. ആ നാശനഷ്ടം കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. അങ്ങനെ മത്സ്യസമ്പത്തിലും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടത്തിലും നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ നടപടിയിലേക്ക് കടക്കുമ്പോൾ അതിന് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കോടതിയുടെ അനുമതി വേണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് പരിഗണിച്ചാണ് കോടതി ആദ്യം 9531 കോടി രൂപ കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ അത് 1200 കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും, അതായത് സർക്കാരിന്റെ ചടുലമായ ഇടപെടലിനുള്ള വിജയം കൂടിയാണിത്. ഒരുപക്ഷെ കപ്പൽ കമ്പനിയുടെ സമുദ്രത്തിനും നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ആഘാതം വരുത്തുന്ന രീതിയിലുള്ള കപ്പൽ കമ്പനിയുടെ ഇടപെടലുകൾക്കെതിരായി ഒരുപക്ഷെ സർക്കാരിൻ്റെ കൃത്യമായ നീക്കം, അതാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ വിജയം കാണുന്നത്. 1200 കോടി രൂപ കെട്ടിവെക്കാൻ പറയുന്നതിലൂടെ, അല്ലേ? വലിയ നാശനഷ്ടം തീരമേഖലയ്ക്കുണ്ടായി. നമുക്കറിയുന്നത് പോലെ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ ഈ തകർന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞു. അത് മത്സ്യസമ്പത്തിന് നാശനഷ്ടം ഉണ്ടായി. ഈ കണ്ടെയ്നറുകൾ തട്ടി മത്സ്യത്തൊഴിലാളികളുടെ വലകളടക്കമുള്ളവ നശിച്ചു. മത്സ്യബന്ധന യാനങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചു. അതിനേക്കാൾ ഉപരിയായി പരിസ്ഥിതി നാശം വലിയ തോതിൽ ഈ മത്സ്യമേഖലയിൽ അല്ലെങ്കിൽ തീരമേഖലയിൽ ഉണ്ടായി. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത്. അതിൽ ആവശ്യപ്പെടുന്നത് നഷ്ടപരിഹാരം വേണം എന്ന് തന്നെയായിരുന്നു. അപ്പൊ സർക്കാർ എടുത്ത ഒരു കർശന നിലപാടാണ്. അത് കോടതി വഴി നടപ്പിലാക്കും എന്ന കടുത്ത നിലപാടിലേക്ക് സർക്കാർ പോവുകയും കോടതി അതിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MSC Elsa കമ്പനിയുടെ അക്വിറ്റേറ്റർ 2 എന്ന കപ്പൽ തടഞ്ഞു വെക്കാൻ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടപ്പോൾ അത് തടഞ്ഞു വെക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഏതാനും 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ. ആ ഇടക്കാല ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോഴാണ് കപ്പൽ കമ്പനി ഇത്ര വലിയ തുക കെട്ടിവെക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അതിനുകൂടി അനുകൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 1200 കോടി രൂപയായി കുറച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കെട്ടിവെക്കണം എന്ന് കോടതി ഇടക്കാല ഉത്തരവിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും MSC Elsa കപ്പൽ അപകടത്തെ തുടർന്ന് കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി. സർക്കാരിൻ്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്.